Hallo, guten Tag. നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഡാമിറ്റ് oder umso. ഡാമിറ്റ് ഉംസു ഒക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, ഫിനാലെ സാറ്റ്സ് എന്നാണ് ഡാമിറ്റ് ഉംസുവിനെയൊക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പ്. ഫിനാലെ സാറ്റ്സ് എന്നാണ് അതിനെ പറയുന്നത്. ബിക്കോസ് ഫിനാലെ സാറ്റ്സ് ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു ഇൻറ്റൻഷൻ പറയാനായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻറ്റൻഷൻ ആണ്. ഡാമിറ്റ് ഉംസു നമുക്ക് പർപ്പസ്, ഗോൾ അല്ലെങ്കിൽ ഇൻറ്റൻഷൻ പറയാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഹൗപ്പ് സാറ്റ്സും നേബൻ സാറ്റ്സും ഉണ്ട് ഇതിന്. അപ്പം നമ്മൾ ഈ ഹൗപ്പ് സാറ്റ്സിലെ നേബൻ സാറ്റ്സിലെ സബ്ജക്റ്റ് സെയിം ആൾക്കാരാണെങ്കിൽ നമ്മളവിടെ ഉംസു യൂസ് ചെയ്യും, ഡാമിറ്റ് യൂസ് ചെയ്യാം, രണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് രണ്ട് സബ്ജക്റ്റ് ആണെങ്കിൽ S1 and plus S2 രണ്ട് സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്കവിടെ ഡാമിറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നോട്ടിൻ്റെ കാര്യമാണ് സോലൻ, വൊലൻ, മൊഷ്റ്റൻ എന്നുള്ള വേർബ്സിൻ്റെ കൂട്ടത്തിൽ, മൊഡാൽ വേർബ്സിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡാമിറ്റ് ഒരു ഉംസ് യൂസ് ചെയ്യാറില്ല. കാരണം ഇത് ഓൾറെഡി ഈ സോലൻ, വൊലൻ, മൊഷ്റ്റൻ എന്നൊക്കെയുള്ള ഓൾറെഡി ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഒരു ഗോൾ പറയാൻ യൂസ് ചെയ്യുന്ന വെർബാണ്. അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും ഡാമിറ്റ് പറയേണ്ട ആവശ്യം, ഡയറക്റ്റ് നമുക്ക് ആ വെർബ് എഴുതി കാര്യം എഴുതാൻ പറ്റും. റൈറ്റ്, അപ്പോൾ ഡാമിറ്റ് ഒരു ഉംസു മീനിങ് ഇൻ ഓർഡർ ടു ദാറ്റ്, സോ ദാറ്റ് അല്ലെങ്കിൽ ദാറ്റ്സ് വൈ എന്നൊക്കെയുള്ള മീനിങ് കേട്ടോ. When we use umsu, we don't repeat the subject. Okay, umsu യൂസ് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് റിപ്പീറ്റ് ചെയ്യേണ്ട. ഹൗപ്പ് സാറ്റ്സ് എഴുതുക, അത് കഴിഞ്ഞ് എഴുതി എന്താണോ എഴുതാനുള്ളത് അത് എഴുതുക. പിന്നെ സൂ എഴുതിയിട്ട് അതിൻ്റെ ലാസ്റ്റ് ഇൻഫിനിറ്റീവ് ഫോമിൽ വെർബിനെ എഴുതുക. കോഞ്ചുഗേറ്റ് അല്ല, ഇൻഫിനിറ്റീവ് ആണ്. ഫോർ ഡാമിറ്റ് കോഞ്ചുഗേറ്റഡ് വെർബ് ഗോസ് ടു ലാസ്റ്റ് ഓഫ് സെൻറ്റൻസ്. ഡാമിറ്റിന് ഈ വൈലൊക്കെ വരുന്ന പോലെ തന്നെ ആയിരിക്കും. കോഞ്ചുഗേറ്റ് ചെയ്ത വെർബ് ലാസ്റ്റ് പൊസിഷനിൽ പോകും. എക്സാമ്പിൾ നോക്കാം. I learned German in order to that I can go to Germany. അല്ലെങ്കിൽ so that I can go to Germany. അപ്പോൾ എന്താ, ich lerne Deutsch, damit ich nach Deutschland fliegen kann. കണ്ടോ, ich kann എന്നുള്ളതിൻ്റെ kann ലാസ്റ്റ് പോകും. ഓക്കെ, പക്ഷെ ഉംസു വരുമ്പോൾ ശ്രദ്ധിച്ചോളൂ, ഇവിടെ കണ്ടോ, ഇവിടെ സബ്ജക്റ്റിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇഷ് എന്നൊക്കെ ഉള്ളത്. ഉംസു വരുമ്പോൾ നോക്കിയോ, ich lerne Deutsch, സബ്ജക്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ല, nach Deutschland fliegen zu können. ഖാൻ എന്നുള്ളത് können എന്നുള്ള ഇൻഫിനിറ്റീവ് ഫോമിൽ വേണം എഴുതാൻ. സു können. ഓക്കെ, അടുത്ത എക്സാമ്പിൾ. ഷി ഹാവ് ലേൺഡ് എ ലോട്ട് സോ ദാറ്റ് ഷി വിൽ പാസ് ദ എക്സാം. ഡാമിറ്റിലും ഉംസൂലും എഴുതുക കേട്ടോ. മുകളിൽ റെഫർ ചെയ്ത് പോസ് ചെയ്യുക, എഴുതുക. Sie hat viel gelernt, damit sie die Prüfung bestehen wird. അല്ലേ, അല്ലെങ്കിൽ sie hat viel gelernt, sie വേണ്ട, die Prüfung bestehen zu werden. Like I'm taking my umbrella along so that I will not get wet. I will not get wet. Okay, and answer എഴുതുക, പോസ് ചെയ്യുക. Ich nehme mein Regenschirm mit, taking along now, but Regenschirm mit, damit ich nicht nass werde. Okay, അല്ലെങ്കിൽ ich nehme mein Regenschirm mit, nicht nass zu werden. damit ich അല്ലെ, ഡാമിറ്റ് നമുക്ക് ഫ്രണ്ടിലിട്ടും പറയാം, ഉംസൂനെ അതുപോലെ നമുക്ക് ഫ്രണ്ടിലിട്ട് പറയാൻ പറ്റും കേട്ടോ. അപ്പം വെർബ് കോമ വെർബ് റൂളിൽ എഴുതാമെന്ന് ഓർത്താൽ മതി. aber damit ich nicht nass werde, nehme ich mein Regenschirm mit. Anna does sport daily so that she stays fit. പോസ് ചെയ്യുക, എഴുതുക. Anna macht täglich Sport, damit sie fit bleibt. Okay, Anna macht täglich Sport, fit zu bleiben. He closes the door so that he hears it. So that she hears it. ഇവിടെ രണ്ട് സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഉംസൂൽ എഴുതാൻ പറ്റുമോ? ഇല്ല. സെയിം സബ്ജക്റ്റ് ആണെങ്കിൽ ഉംസൂൽ എഴുതുള്ളൂ. ഇവിടെ ഡാമിറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. macht die Tür zu, damit sie es hört. അല്ലെങ്കിൽ we can't use അത് ജസ്റ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞ തന്നെയാണ്. He walks daily so that he can stay healthy. geht täglich spazieren, damit gesund bleiben kann. Geht täglich spazieren, gesund bleiben zu können.
Okay. I learned German in order to find a good job in Germany. Umso nach ഉപയോഗിക്കുക damit ഉപയോഗിക്കാം. Schön Deutsch, damit ich eine gute Arbeit in Deutschland finde. Spart viel Geld, damit ein gutes Leben führen kann. Oder spart viel Geld, ein gutes Leben führen zu können. His parents have saved money for him so that he can lead a good life. എഴുതുക. Pause ചെയ്യുക. Seine Eltern haben ihm Geld gespart, damit ein gutes Leben führen kann. Seine Eltern haben Geld für ihn Okay, tschüss.